കർത്താവിന് മഹത്വം. തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ലേഖനത്തിൽ വളരെ ഊന്നൽ കൊടുത്ത് പൗലോസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വിശദീകരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 1-2 തിമോഥെയോസ്, ഈ 2 പുസ്തകങ്ങളിലും വളരെ പ്രാധാന്യതയോടുകൂടെ പൗലോസ് അത് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു വാക്യം വായിക്കാം. 1 തിമോഥെയോസ് 3-ാം അധ്യായം 7-ാം വാക്യം. വേഗം വാക്യം പറയുമ്പോൾ വേഗം വായിച്ചാൽ നന്നായിരുന്നു. നിന്നയിലും പിശാചിന്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനുമായിരിക്കണം. പിശാചിൻ്റെ കെണി നമ്മുടെ വിഷയം അതല്ല. എന്നാൽ പ്രാരംഭത്തിൽ വിഷയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ആ വാക്യം വായിച്ചു എന്നേ ഉള്ളൂ. പിശാച് വച്ചിരിക്കുന്ന കെണി, അത് നിന്നയാണെന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദൈവനാമത്തിനും നിന്നയുണ്ടാകും, വ്യക്തിജീവിതത്തിനും നിന്നയുണ്ടാകും. ഭയങ്കര കെണിയാണ് പിശാച് വച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പിശാചിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ നിന്ന് അല്പം അകന്നാണ് നിൽക്കുന്നത്. പഠനത്തിൽ പിശാചിനോട് അകന്നെന്നല്ല ഞാൻ പറഞ്ഞത്. പിശാചിൻ്റെ തന്ത്രങ്ങളെന്നൊക്കെ നമ്മൾ വായിക്കും, പക്ഷേ അതിൻ്റെ ഭീകരമായിട്ടുള്ള കെണി, പിശാചൊരുക്കുന്ന തന്ത്രങ്ങൾ ഏത് നിലയിലാണ് എന്ന് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ കെണി തിമോഥെയോസിനോട് പൗലോസ് പറയുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട വിഷയം പറയുന്നുണ്ട്. അത് 1 തിമോഥെയോസ് 6-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് വായിക്കാം. 1 തിമോഥെയോസ് 6:9. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. അവിടെയും കെണിയെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആ കാര്യം തുടരുന്നത്. വളരെ കൃത്യമാണ് കാര്യങ്ങൾ. വളരെ ശ്രദ്ധിച്ച് എല്ലാവരും ഇരിക്കണമേ. വായിക്കുന്ന വാക്യങ്ങൾ പറയുമ്പോൾ അത് വളരെ അതിലാണ് ജീവൻ. അതുകൊണ്ട് ആ വാക്യങ്ങൾ എടുത്ത് ഈ പറയുന്ന കാര്യം അതിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. അവിടെ നമ്മൾ വായിക്കുന്നത് പിശാചിൻ്റെ കെണിയിൽ കുടുങ്ങി, പിന്നെ നമ്മൾ വായിക്കുന്നു മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരും. മോഹങ്ങൾ, ഇതാണ് ഇന്നത്തെ വിഷയം. ഇനി ഇവിടെ തീരുന്നില്ല. ഈ ലേഖനത്തിൽ പൗലോസ് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 1 തിമോഥെയോസ് 1-ാം അധ്യായം 11-ാം വാക്യം നോക്കി. 1 തിമോഥെയോസ് 1:11. ഈ പരിജ്ഞാനം എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ മതി. അപ്പോൾ ഉപനിധി ഏതാണെന്ന് ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പരിജ്ഞാനം, അതൊരു ഡെപ്പോസിറ്റാണ് കേട്ടോ. സമയമില്ലാത്തതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല എന്നുള്ളൂ. അതുപോലെ തന്നെ മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അത് സുബോധത്തിൻ്റെ ആത്മാവാണ്, ശക്തിയുടെ ആത്മാവാണെന്ന് തിമോഥെയോസിൽ തന്നെ ഇപ്പോൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവാത്മാവും ഈ പരിജ്ഞാനവും, അതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, ആ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഉപനിധി എന്ന് പറയുന്നത്, ഇന്നലെ നാം ചിന്തിച്ചു, വിശ്വാസം,
വചനം, അതുപോലെ തന്നെ ആത്മാവ്, അതുപോലെ നിത്യജീവൻ, പരിജ്ഞാനം. 5 കാര്യങ്ങളെങ്കിലും അതിലുണ്ട്. ഇന്ന് ഞാൻ ആ കാര്യങ്ങൾ അധികം വിശദീകരിക്കുന്നില്ല, പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നെനിക്കറിയാം. ഒരു വാക്യം കൂടെ തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാം. 1 തിമോഥെയോസ് 4:12. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. YMEFിൻ്റെ ഒരു മീറ്റിംഗ് എന്നുള്ള നിലയിൽ നിന്റെ യൗവനം അത് നിന്റെയാണ്. നിന്റെ യൗവനം അത് സ്ഥിരമായിട്ടുള്ളതല്ല. യൗവനം എന്ന് പറയുന്നത് ഒരു സ്ഥിരമായ സ്റ്റേജ് അല്ല. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നിന്റെ യൗവനകാലത്ത് നിന്റെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നു, വയസ്സായ ശേഷമോ വയസ്സാവും, യൗവനം കഴിയും. വളരെ പെട്ടെന്ന് വയസ്സാവും. ഒരു ഓർമ്മ മാത്രമായിട്ടുണ്ടാകുന്ന ഒരു ചെറിയ കാലയളവാണത്. അതാ പറഞ്ഞ നിന്റെ യൗവനം വളരെ വിലപ്പെട്ടതാണ്. വയസ്സാവും. കാലചക്രം ഒരു കുഞ്ഞായിട്ട് മനുഷ്യജന്മം നമുക്കിവിടെ ലഭിച്ചു, എന്ത് പെട്ടെന്നാണത് മുൻപോട്ട് പോകുന്നത്. യൗവനം കഴിഞ്ഞ് വാർദ്ധക്യമായി അവിടെ തീർന്നു. നിന്റെ യൗവനം വളരെ പ്രധാനമാണ്. ആരോഗ്യമുള്ള ഈ കാലമുണ്ടല്ലോ, ആരോഗ്യമുള്ള ഈ കാലം വളരെ പ്രധാനമാണ്. ഇനി 2 തിമോഥെയോസ് 2:22 വാക്യം നോക്കിയേ. 2 തിമോഥെയോസ് 2:22. യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കാം. യോഹന്നാൻ 8 കൂടെ ഒന്ന് എടുത്തു വയ്ക്കണേ. യൗവനത്തിലെ മോഹങ്ങളുണ്ട്. എന്താ യൗവനമോഹങ്ങൾക്ക് പ്രത്യേകതയുള്ളത്? യൗവനത്തിൽ ചെറുപ്പക്കാർക്ക് ശക്തി കൂടുതലുണ്ട്, ആരോഗ്യം കൂടുതലുണ്ട്, ധൈര്യം കൂടുതലുണ്ട്, മോഹവും കൂടുതലായിരിക്കും. അതാണ് യൗവനമോഹം. യൗവനം കഴിഞ്ഞവർക്ക് മോഹം ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. മോഹത്തിൻ്റെ തീവ്രത, ശക്തി കൂടുതലായിരിക്കും എല്ലാ കാര്യത്തിലും. അപ്പം അതുകൊണ്ട് അത് നിന്റെ യൗവനമാണ്, നിന്റെ കാലമാണ്, അത് സ്ഥിരമല്ല, അത് പെട്ടെന്ന് തീരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കാലം നീ കർത്താവിന് വേണ്ടി വിനിയോഗിക്കണം. ആരോഗ്യമുള്ള കാലം, രോഗത്തിന് മുമ്പ് ആരോഗ്യമുള്ള കാലവും വാർദ്ധക്യത്തിന് മുമ്പ് യൗവനവും സൂക്ഷിക്കണം. രോഗം വരാനൊന്നും അധികം നേരം വേണ്ട. യോഹന്നാൻ 8:44 നോക്കൂ. 8:44. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. നിങ്ങളുടെ പിതാവിന്റെ മോഹം. അപ്പൊ ഈ മോഹം എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ ഒറിജിനേറ്റഡ് ഫ്രം ദ ഡെവിൾ. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഭാഗത്ത് നിന്ന് മോഹം എന്നുള്ള വാക്ക് അധികം ഉപയോഗിച്ച് കാണുന്നില്ല. മോഹം എന്നുള്ള വാക്ക് എപ്പോഴും ആ സൈഡിൽ നിന്നാണ്, പിശാചിൻ്റെ സൈഡിൽ നിന്നാണ് വരുന്നത്. മോഹം പിശാചിൻ്റെയാണ്. അപ്പോൾ നമുക്ക് മോഹം വേണ്ടേ? നല്ല വിജയം വേണം, നല്ലൊരു ജീവിതം വേണം. ആ മോഹമല്ല പറയുന്നത്, അതൊരു ആഗ്രഹമാണ്. മോഹം എന്നുള്ള വാക്ക് എപ്പോഴും, ഞാൻ വിശദീകരിക്കുമ്പോൾ അത് കുറച്ചും കൂടെ വ്യക്തമാവും, പിശാചിൻ്റെതാണ് മോഹം. നമുക്ക് ഇത് തന്ന് നമ്മളെ കൊല്ലാനാണ് പരിപാടി.
ഇല്ലാതാക്കാനാണ്. എത്ര പേരെ ഇല്ലാതാക്കിയിരിക്കുന്നു. ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്ക് എത്ര കെട്ടുപോയിരിക്കുന്നു മോഹം മുഖാന്തരം. എത്ര ജീവിതങ്ങൾ തകർന്നു പോയിരിക്കുന്നു. മോഹത്തിൻ്റെ എങ്ങനെയാണ് മോഹം ഉണ്ടാവുക എന്നുള്ളത് പറയാം. 2 തിമോത്തിയോസ് 3 അധ്യായം 6 വാക്യം നോക്കൂ. 2 തിമോത്തിയോസ് 3:6. വീടുകളിൽ നൂണുകിടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്ക് അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൽ നാനാമോഹങ്ങൾ. ഇത് ഏതെങ്കിലും മോഹം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെ മാത്രം ഉദ്ദേശിക്കരുത് കേട്ടോ. തിമോത്തിയോസ് 6 തന്നെ നമ്മൾ ഈ ഉപനിധി വായിക്കുന്നിടത്ത് തന്നെ തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ട് ധനികനാകാനുള്ള മോഹം. അങ്ങനെ ഒരുപാട് മോഹങ്ങളുണ്ട്. എല്ലാം കെണികളാണെന്ന്, അതിവിദഗ്ധമായ കെണി. വല വിരിച്ചതറിയാതെ പക്ഷി അതിലേക്ക് ബന്ധപ്പെടുന്നു എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ ഈ വല വിരിച്ചിട്ടുണ്ടെന്ന് നാം അറിയുന്നില്ലെന്ന് മാത്രം. പിശാചിൻ്റെ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് നാം വിചാരിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്താണ്. നാനാമോഹങ്ങൾ. ഈ വിഷയം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ സഭയിൽ ഒരു സഹോദരൻ പാഹിമാം ദേവദേവ എന്നുള്ള പാട്ട് ആരാധനയ്ക്ക് പുള്ളി എടുത്തപ്പോൾ ഞാൻ ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ സൈമൺ സാർ എഴുതിയത് അപ്പോഴെൻ്റെ ശ്രദ്ധയിലേക്ക് വന്നു. മോഹവാരിധി തന്നിൽ കേവലം വലയുന്ന, മോഹവാരിധി തന്നിൽ കേവലം വലയുന്ന ദേഹികൾക്കൊരു രക്ഷാനൗകയാം പരമേശ പാഹിമാം ദേവ. മോഹവാരിധി. സൈമൺ സാർ എന്തൊരു അർത്ഥവത്താണ്. ഇത് നാനാമോഹമാണ്, ഒരു മോഹപ്രപഞ്ചമാണ്, ഇതൊരു മോഹസമുദ്രമാണ്, അസല് കെണിയാണ്. ഈ കെണിയുടെ ഭീകരത എല്ലാം തീർന്നതിന് ശേഷമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അതുകൊണ്ട് തീത്തോസിൻ്റെ ലേഖനത്തിലും ഒരു വാക്യമുണ്ട്. 3 അധ്യായം 3 വാക്യം നോക്കിയേ. 3:3. മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും. മതി നോക്കൂ, വാക്യങ്ങൾ നോക്കൂ. നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരായിരുന്നു നാം. ഇപ്പോഴല്ല, ഇപ്പോഴാവാൻ പാടില്ല. അതിൻ്റെ പ്രത്യേകത, മോഹങ്ങൾ കൂടുതലുള്ളിടത്ത് ഈർഷ്യയും അസൂയയും ഉണ്ടാകും. അപ്പോൾ അതുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതൊക്കെ സയാമീസ് ഇരട്ട പറ്റ ഒരുപാട് കുട്ടികളെല്ലാം ഒരുപോലെ ഇരിക്കും. ഇതുണ്ടോ? 2 കൊരിന്ത്യർ 12 അധ്യായം എടുക്കാം. 2 കൊരിന്ത്യർ 12 അധ്യായം. 2 കൊരിന്ത്യർ 12 അധ്യായം അതിൻ്റെ 20 വാക്യം നോക്കൂ. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും ഞാൻ വീണ്ടും വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സഭയോടല്ലേ പറഞ്ഞിരിക്കുന്നത്? പണ്ടത്തെ കാലത്തുള്ള കാര്യമാണെന്ന് നേരത്തെ നമ്മൾ വായിച്ചു. പക്ഷെ ഇത് സഭയിൽ കയറിയിരിക്കും. നോക്കൂ, കൊരിന്ത്യ സഭയിൽ
പൗലോസ് പറയാണ്, നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട്. ഞാൻ വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിലുള്ള പിണക്കം, ഈർഷ്യ, ക്രോധം, ഷാഢ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ, അത് കാണുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഉണ്ടാവോ? ഇന്ന് വന്നാൽ ഉണ്ടാവോ? പൗലോസ് ഇന്ന് വരികയാണെങ്കിൽ സങ്കല്പിച്ചാൽ ഇതൊക്കെ ഉണ്ടോ സഭയിൽ? പിന്നെ നമ്മൾ വായിച്ചെന്താ, മാനസാന്തരപ്പെടാത്ത പലരെയും കാണുമോ എന്നും കൂടെ ഉണ്ട് ഭയം. ഉണ്ടാവോ? മാനസാന്തരപ്പെടാത്ത, എത്ര വചനം കേട്ടിട്ടും ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്ന് പലതവണ വായിച്ചിട്ടും ഏറ്റവും കൂടുതൽ വചനം കേൾക്കുന്നവരായിട്ടും മാനസാന്തരമില്ലാത്ത ആളുകൾ ഉണ്ടാകുമോ? ഉണ്ടാകും. ഈ ഏഷണി, കലഹമൊക്കെ മോഹത്തിൻ്റെ ബാക്കി പത്രമാണ്. സ്ഥാനത്തോടുള്ള മോഹം, മറ്റു പലതിനോടുമുള്ള മോഹമാണ് ഈ ഈർഷ്യയും പിണക്കവും ഒക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്, നിസ്സംശയമായ കാര്യമാണ്. മാനസാന്തരത്തിലേക്ക് വരിക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊരു മോഹപ്രപഞ്ചമാണ്, മോഹവാരിധിയാണ് സൈമൺ സാറിൻ്റെ ഭാഷയിൽ. അവിടെ നമ്മൾ വായിച്ചു, അസൂയയിലും കാലം കഴിക്കുന്നവരും. കാലം ഇങ്ങനെ കഴിഞ്ഞു പോവാട്ടോ, ക്ലോക്ക് മിടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അസൂയയിലും കുശുകുശുപ്പും ഏഷണി, കലഹം, പിറുപിറുപ്പിലൊക്കെ കാലം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചിന്തയില്ല കാലത്തെക്കുറിച്ച്. ഞാൻ ശേഷിച്ചിരിക്കും കാലം, ഇനി ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം, ലേഖനങ്ങളിലുള്ള വാക്കുകളാണ്, ഞാൻ ശേഷിച്ചിരിക്കുന്നിടത്തോളം ഇനി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അത്രേ ജീവിക്കുന്നതെന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞു. കാലം കഴിഞ്ഞു പോകുകയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. കാലം കഴിഞ്ഞു പോകുകയാണ്. അതുകൊണ്ട് ഈ മോഹപ്രപഞ്ചത്തിൽ, പിശാചിൻ്റെ കെണിയിൽ നാം പെട്ടുപോകരുത്. ഇനി ഇതിനെന്താണ് പരിഹാരം എന്നുള്ളതും കൂടെ വേഗം നോക്കാം. പത്രോസിൻ്റെ ലേഖനത്തിലാണെങ്കിൽ സമയം ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ്, പത്രോസ് വളരെ വ്യക്തമായിട്ട് ഈ മോഹത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. വേഗം ഒന്ന് ആ ലേഖനം ഒന്ന് എടുക്കാം നമുക്ക്. 1 പത്രോസ് 2 പത്രോസ്. ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാവണമെങ്കിൽ പത്രോസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കണം. 1 പത്രോസ് 2:11 നോക്കൂ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്നു. ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ യുദ്ധഭൂമിയാണ്. 2 പത്രോസ് 3:7 നോക്കൂ. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും തീയ്ക്കായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് ആ വാക്യം. ഈ ലോകത്ത്, ഈ നശിക്കാൻ പോകുന്ന ലോകത്തുള്ള മോഹങ്ങളാണ് ഈ പറയുന്നത്. 2 പത്രോസ് 2:9 നോക്കൂ. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുന്ന മലിനമോഹം, ആത്മാവിനോട് പോരാടുന്ന ജഡമോഹം, അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖമെന്ന് വെച്ചു. 2 പത്രോസ് 2:13. ഏശാവ് പയറുപായസം കുടിച്ചപ്പോൾ നല്ല രുചിയായിരുന്നു, ജ്യേഷ്ഠാവകാശം പോയത് അവൻ അറിഞ്ഞില്ല. അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖമെന്ന് വെച്ചു. ടെമ്പററി ഗെയിൻസ്, താൽക്കാലികമായിട്ടുള്ള നേട്ടം, അതിലേക്ക് നോക്കി. 1 പത്രോസ് 4:2 കൂടെ നോക്കൂ. 1 പത്രോസ് 4:2. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം
ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വാക്യാണത്. ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടാൻ പറ്റുമോ? ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുമോ? ജഡമോഹങ്ങളെ തിരിച്ചറിയാൻ പറ്റുമോ? ഇത് പറയുന്നത് എനിക്കും ബാധകമാണ്. ഞാനും അത്ര പ്രായമുള്ള ആളൊന്നുമല്ലല്ലോ. യൗവനമൊക്കെ 50 ആവാറായി. ഇത് തിരിച്ചറിയാൻ പറ്റുമോ? എന്തൊരു മോഹങ്ങളാണ്! അതാണ് തിമോഥെയോസിനോട് പൗലോസ് പറയുന്നത്, നിന്റെ യൗവനം, അതിൻ്റെ മോഹങ്ങളെ നീ വിട്ടോടണം. സൂചന ലഭിച്ചാൽ വിട്ടോണം. യോസഫ് ഒരു മോഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വന്തം കോട്ട് ഉപേക്ഷിച്ചത് പോരാഞ്ഞ് കുറെ കൊല്ലം ജയിലിൽ കിടന്നു, വിട്ടോടി. എന്ത് ത്യാഗം സഹിച്ചും നഷ്ടം സഹിച്ചും വിട്ടോടി. നഷ്ടമൊന്നും ദൈവം വരുത്തില്ല. നഷ്ടം വരുത്തുന്നവനല്ല ദൈവം. കുറച്ചും കൂടെ കാലം കഴിയുമ്പോൾ യോസെഫാണ് ഭരണാധികാരി. അപ്പോ വിട്ടോടി, യൗവനമോഹങ്ങളെ വിട്ടോടി. ഈ മോഹം എന്ന് പറയുന്നത് ഒരു ദുശ്ചിന്തയായിട്ടാണ്. ഒരു മോഹം എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ഇനി ഞാനൊന്ന് പറയട്ടെ. മോഹം എങ്ങനെയാണ് ഉണ്ടാവുക? ഇതൊരു ദുശ്ചിന്തയായിട്ടാണ് മനസ്സിലൊരു ഭ്രൂണമായിട്ട് രൂപപ്പെടുക. ദുശ്ചിന്തയുടെ രൂപമാണ്, ചിന്തയിലാണ് വരിക. ദൈവം അനുവദിച്ച അടുത്ത ക്ലാസ്സും അതിനെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ചിന്തയിൽ കയറിക്കൂടുകയാണ് ആദ്യം. എന്നിട്ട് മനുഷ്യന്റെ പൊതുപ്രവണത, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം നോക്കി. ഉൽപ്പത്തി 6:5. ഉൽപ്പത്തി 6:5. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. അന്നേ മനുഷ്യന്റെ ഹൃദയ നിരൂപണങ്ങൾ എല്ലായ്പ്പോഴും ദോഷമാണ്, ദുഷ്ടതയാണ്, നശിപ്പിച്ചു എല്ലാത്തിനെയും. എന്നിട്ട് വീണ്ടും ഉണ്ടായ മനുഷ്യരിൽ നിന്ന് ഇപ്പോൾ എന്താ സ്ഥിതി? യോഹന്നാൻ്റെ സുവിശേഷം ഒന്ന് നോക്കിയേ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ വേഗം വായിക്കാമോ? 2:3-4. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് അതാണോ യോഹന്നാൻ 2:3-4? യേശു എല്ലാവരെയും അറിക കൊണ്ട് എന്നുള്ള വാക്യം യോഹന്നാന്റെ സുവിശേഷം 2:24-25. യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. ഇപ്പൊ മനുഷ്യന്റെ സ്ഥിതി എന്താ? പുതിയ നിയമകാലത്ത് കർത്താവ് ഉള്ളപ്പോ ഉൽപ്പത്തി പുസ്തകത്തിൽ തുടക്കത്തിൽ മനുഷ്യനാരാ? കർത്താവിൻ്റെ കാലത്ത് മനുഷ്യനാരാ? 2000 കൊല്ലം കഴിഞ്ഞു ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരാരാ? ചിരിച്ചു കാണിക്കുന്നവരൊന്നും വിശ്വസിക്കേണ്ട, ഇതന്നെയാണ് എനം. ഒരു മാറ്റം വന്നിട്ടില്ല. മനുഷ്യർക്കൊരു മാറ്റവും വന്നിട്ടില്ല. അന്നും ഇന്നും ഇനി മാറ്റം വരൂല്ല. അതുകൊണ്ട് കർത്താവ് വളരെ സൂക്ഷിച്ച് ജീവിച്ച എല്ലാവരെയും അറിഞ്ഞു, തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് മനുഷ്യനിലുള്ളത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കുകയാൽ. ഈ അറിവ് പ്രധാനമാണ്. വിശ്വസിച്ച് ഫോണിൽ അധികം സംസാരിക്കാൻ പോണ്ട.
ആ പുള്ളി അത് റെക്കോർഡ് ചെയ്തിട്ട് ആർക്കെങ്കിലും അയച്ചു കൊടുക്കും. അധികം സംഭാഷണത്തിനൊന്നും പോകാതിരിക്കുക നല്ലത്. മനുഷ്യനിലുള്ളത് വളരെ മോശമാണ്. ചതി, അപവാദം, ഏഷണി, അസൂയ, പക, പിണക്കം. സ്റ്റിൽ ഇപ്പോഴും സഭയ്ക്കുള്ളിൽ പോലും ഇതിന് മാറ്റം വരുത്താനാണ് ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവവചനം തന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് ഈ ദുശ്ചിന്തയെ താലോലിച്ച് ഓമനിക്കുമ്പോൾ, ഇതിന് വെള്ളവും വളവും കിട്ടുമ്പോൾ ഈ ചിന്ത വളരും. മോഹം ഉണ്ടാകുന്നതാണ് പറയുന്നത്. വെള്ളവും വളവും കൊടുക്കുമ്പോൾ ഒരു ചെടി വളരുന്നത് പോലെ ഉള്ളിൽ രൂപപ്പെട്ട ഈ ഭ്രൂണം, ഈ ദുശ്ചിന്തയുടെ പിറവി, അതിന് വളം കിട്ടും, വെള്ളം കിട്ടുമ്പോൾ, അതിനെ താലോലിച്ച് ഓമനിക്കുമ്പോൾ അത് ഭീകരമായ ഒരു രൂപമായിട്ട് വളരും. അങ്ങനെ വളർന്നു നിൽക്കുന്ന സമയത്ത് മോഹിക്കുന്നത് കണ്ണിൽപ്പെടുമ്പോൾ അവിടെ ഒരു പോരാട്ടം നടക്കും. പോരാട്ടം നടക്കുമ്പോൾ അതിലേക്ക് ഹൃദയം വശീകരിക്കപ്പെടുകയും അതിനോട് അനുഭാവം തോന്നുകയും ചെയ്യും. ഇത്രയും കഴിയുമ്പോൾ അത് ചെയ്യാനുള്ള പ്രേരണയുണ്ടാവും. കാരണം ഇത് കുറച്ച് നാളായിട്ട് ചിന്തയുടെ രൂപത്തിൽ ഉള്ളിൽ കിടന്ന് വളരുകയാണ്. ഇതിന് താലോലിച്ചിട്ടുണ്ട്, ഇതിന് വെള്ളം കൊടുത്തിട്ടുണ്ട്, ഇതിന് വളം കൊടുത്തിട്ടുണ്ട്, ഇതിനെ പോഷിപ്പിച്ചിട്ടുണ്ട്. അത് നുള്ളിക്കളഞ്ഞില്ല, ശ്രദ്ധിച്ചില്ല, അത് ഉള്ളിലിങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ പ്രായോഗിക ബുദ്ധി പരിശോധിക്കപ്പെടും. ബുദ്ധി പോവും, സാമാന്യ യുക്തിയും ബുദ്ധിയൊക്കെ പോവും. കാരണം അതിൻ്റെ മീതെയാണ് ഇവൻ കിടന്നിട്ട് പ്രയോഗം നടത്തുക. മാത്രമല്ല, ഈ ആഭിമുഖ്യം പ്രബലമാകുമ്പോൾ പാപത്തിന് അനുകൂലമായ ഒരു വിധി ഹൃദയത്തിൽ നിന്നുണ്ടാവും. അത് നമ്മുടെ ഇച്ഛാശക്തിയിലേക്ക് വരും. വിൽ പവർ ഉണ്ടല്ലോ നമ്മുടെ. കാരണം ഇത്രയും ഇത് സംഭവിച്ചു കഴിഞ്ഞു, ഇനി അത് ചെയ്യാനുള്ള ഒരു ധൈര്യത്തിലേക്ക് വരും. നമ്മളൊരു തീരുമാനം എടുക്കും. സാഹചര്യം അനുകൂലമാകുമ്പോൾ അത് നാം ചെയ്യും, നാം അവിടെ വീഴും. ദുശ്ചിന്തയുടെ രൂപത്തിലാണ് ഇത് വരിക, ചിന്തകളിലാണ് വരിക. ഒരു 3 വാക്യം കൂടെ വായിച്ചിട്ട് ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. മർക്കോസ് 7:21 നോക്കൂ. മർക്കോസ് 7:21. അകത്തുനിന്ന്, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം. മതി. കർത്താവ് പറഞ്ഞ വാക്കല്ലേ. ദുശ്ചിന്ത കഴിഞ്ഞ അടുത്ത പടിയാണ് ഈ പറഞ്ഞത്. വെറുതെ പറയുന്നല്ല ഇതൊന്നും. ചിന്തയാണ് ആദ്യം ഉണ്ടാവുന്നത്. ചിന്തയുടെ രൂപത്തിലാണ് ഇത് വരുന്നത്. ദുശ്ചിന്ത. ആവർത്തനം 15:9 നോക്കൂ. ആവർത്തനം 15:9. വിമോചന സംവത്സരമായ 7 ആണ്ട് അടുത്തിരിക്കുന്നു എന്നിങ്ങനെ നിന്റെ ഹൃദയത്തിൽ ഒരു ദുർവിചാരം തോന്നുകയും. ദുർവിചാരം നിന്റെ ഹൃദയത്തിൽ തോന്നിയാൽ ദുർവിചാരം, ദുശ്ചിന്ത. ഞാൻ ഈ വെച്ചിട്ട് 4 കാര്യം പറയാപ്പോ. ദുശ്ചിന്ത, ദുർവിചാരം. 17-ാം സങ്കീർത്തനം 3-ാം വാക്യം നോക്കിയേ. 17:3. നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു, നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. ദുരുദ്ദേശം. ദുശ്ചിന്ത, ദുർവിചാരം, ദുരുദ്ദേശം. ഹൃദയത്തെ രാത്രിയിൽ ശോധന ചെയ്തപ്പോൾ, രാത്രി അതിനൊരു സൂചനയുണ്ട്. ഞാൻ ദൈവം വെച്ച് അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ രാത്രി ഭയങ്കര പ്രശ്നമാണ്. ഈ സാധനമൊക്കെ രൂപം കൊള്ളുന്ന രാത്രിയിലാണ്. ഹൃദയത്തെ ദൈവം ശോധന ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മൾ വായിച്ചത് 17:3. ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനാണ്. ഓർക്കുന്നുണ്ടോ അങ്ങനെ ഒരു വാക്യം? ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ സേഫാണെന്ന്. ആരും അറിയുന്നില്ലെന്നാ. ഇതിനേക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം.
ഇതിൻ്റെ ഉള്ളിൽ മറച്ചു വെക്കാനോട്ട് ദൈവത്തെ മറച്ചു വെക്കാൻ ഒന്നും സാധിക്കില്ല. അതിൻ്റെ മുകളിലാണ് ദൈവം. ഹൃദയത്തേക്കാൾ വലിയവനാണ്. ദുരുദ്ദേശമൊന്നും എന്നിൽ കണ്ടെത്തുന്നില്ല. ദൈവം നമ്മുടെ ഉദ്ദേശശുദ്ധി നോക്കുന്നുണ്ട്. ഇനി തിമോഥെയോസിന്റെ ലേഖനമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2 തിമോഥെയോസ് 3:16 നോക്കിയേ. 2 തിമോഥെയോസ് 3:16. എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന് 3:10. നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം. എൻ്റെ മതി. എൻ്റെ ഉപദേശം, നടപ്പ്, അടുത്ത വാക്കെന്താ? ഉദ്ദേശം. ഉദ്ദേശം, ദുരുദ്ദേശമല്ല, ഉദ്ദേശം. നീ അറിയുന്നുവല്ലോ. അപ്പൊ ദുരുദ്ദേശമുണ്ട്, ഉദ്ദേശമുണ്ട്. ഒരു കാര്യത്തിൽ നമ്മളൊരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് ദുരുദ്ദേശമാണോ ഉദ്ദേശമാണോ എന്ന് മനുഷ്യന് ചിലപ്പോൾ അറിയാൻ സാധിക്കില്ല, ദൈവം തമ്പുരാന് സാധിക്കും. യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്. ദൈവം തമ്പുരാന് സാധിക്കും. സദൃശ്യം 21:27 കൂടെ വായിക്കാം. സദൃശ്യം 21:27. ദുഷ്ടന്മാരുടെ ഹനനയാഗം വെറുപ്പാകുന്നു, അവൻ ദുരാന്തരത്തോടെ അത് അർപ്പിച്ചാൽ എത്ര അധികം. ദുരാന്തരത്തോടെ യാഗം അർപ്പിച്ചാൽ എന്താ സ്ഥിതി? ദുഷ്ടൻ ചെയ്യുന്ന പരിപാടി അത്. ഉള്ളു ശുദ്ധമല്ലാണ്ട് യാഗം അർപ്പിക്കാൻ വരിക. യാഗം അർപ്പിക്കേണ്ട എങ്ങനെ? ശുദ്ധ ഹൃദയത്തെക്കുറിച്ചും നിർവ്യാജ വിശ്വാസത്തെക്കുറിച്ചും തിമോഥെയോസ് പറയുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ നാളെ അതിനെക്കുറിച്ച് പറയാം. തിമോഥെയോസിൽ തന്നെ വായിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ദുരാന്തരം, ദുർചിന്ത, ദുർവിചാരം, ദുരുദ്ദേശം ദുരാന്തരമായിട്ട് മാറുകയാണ്. പിന്നെ കാരണം ചിന്തയിൽ തുടങ്ങി അന്തരം മുഴുവൻ ദുരാന്തരമായി വ്യാപിച്ചു. അത് ചിന്തയിൽ തുടങ്ങിയിട്ടുള്ളതാ, അത് വിചാരമായി, ദുരുദ്ദേശമായി, അവൻ്റെ അന്തരം മുഴുവൻ നശിച്ചുപോയി. അപ്പം അതുകൊണ്ട് ദുർചിന്തയും ദുർവിചാരം ദുരുദ്ദേശവും ഒന്നും ഇല്ലാതിരുന്നാൽ അന്തരം നന്നാവും. 51 സങ്കീർത്തനം ദാവീദ് മാനസാന്തരപ്പെട്ട് അനുതാപത്തോടെ എഴുതിയ സങ്കീർത്തനാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, എന്താ വായിക്കുന്നത്? അന്തരത്തെക്കുറിച്ച് അവിടെ വായിക്കുന്നു ഇല്ലേ? എന്താ വായിക്കുന്നത്? വായിക്കുന്നില്ലേ? എൻ്റെ അന്തരംഗം സത്യമായിരിക്കണമെന്നാണ്. അത് തന്നെ കറക്റ്റ്. എൻ്റെ അന്തരംഗത്തിലെ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. ഇതാണ് ദൈവം ഇച്ഛിക്കുന്നത്. ഇത് ദുരാന്തരമായിട്ട് ഇങ്ങനെ ജീവിച്ച് കാലം കഴിച്ചിട്ട് പിന്നെ എന്തിനാണ്? ഇത് ശരിയല്ലെങ്കിൽ വേറെ എവിടെയും ശരിയാവാൻ പറ്റില്ല. എത്ര മീറ്റിങ്ങിന് പൊക്കോ, എത്ര ബൈബിൾ ക്ലാസ് കേട്ടോ, എന്തൊക്കെ ചെയ്തോ, ഉള്ളു ശരിയല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ അത് ദൈവം കണ്ടെത്തും. അതുകൊണ്ട് നമ്മൾ ഉള്ളു ശരിയാണെങ്കിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും ധന്യമായിട്ട് തീരുകയുള്ളൂ. ചിന്തകളെക്കുറിച്ചാണ്. ചിന്തകൾ മോഹമായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യൗവനമോഹങ്ങളെ വിട്ടോടാൻ പറയുമ്പോൾ അത് എത്രത്തോളം ഗൗരവമുള്ളതാണ്, അതെങ്ങനെയാണ് അത് സാധിക്കുക എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. റോമലേഖനം 8-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് ഇതിനോട് ബന്ധത്തിൽ വായിക്കാം. റോമലേഖനം 8-ാം അധ്യായം 7-ാം വാക്യം. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡത്തിന്റെ ചിന്ത
നമ്മൾ ഈ പാപം എന്ന് എപ്പോഴും നമ്മൾ കണക്ക് കൂട്ടുന്നത് എന്തെങ്കിലും ഒരു പ്രവൃത്തിയാണ്. അവൻ പാപം ചെയ്തു, അവൻ ഇന്ന പാപത്തിൽ വീണു, വലിയ രീതിയിൽ നമ്മൾ പറയുന്നതാണ്. സത്യത്തിൽ നമ്മുടെ ചിന്താമണ്ഡലമാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പൊതുവെ വലിയ പാപങ്ങളൊക്കെ ചെയ്യാൻ വലിയ പാപങ്ങളെന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നവരാണ്. ചിന്തയുടെ കാര്യത്തിൽ ആർക്കാ നിയന്ത്രണം? അതിനെ ആരാ കൺട്രോൾ ചെയ്യുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അവിടെ മൈൻഡ് സെറ്റ് എന്നാണ്, നമ്മുടെ മനസ്സിൻ്റെ നമ്മൾ എങ്ങനെയാണത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ചിന്തകളാണ് ദൈവത്തിൻ്റെ ശത്രുഭാഗത്ത് നമ്മളെ കൊണ്ടുവരുന്നത്. ചിന്തകളെ സൂക്ഷിക്കുക. ഇനി ഇപ്പോൾ വായിച്ചല്ലോ, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ വായിക്കുന്നത് ജഡത്തിൻ്റെ ചിന്ത മരണമാണ്. ഗൗരവം മനസ്സിലാക്കാൻ അത്ര മതി, ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു തരത്തിലുള്ള മരണമാണ്, ആത്മീക മരണമാണ്. ഈ ചിന്തകളിൽ ജീവിക്കുന്ന ഒരാൾ ആത്മീക ജീവനില്ലാതായി തീരുകയാണ്. വേറൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ജീവനിൽ നിന്നകന്ന് മനം തഴമ്പിച്ചു പോയി എന്ന് വായിക്കുന്നുണ്ട്. ജീവനിൽ നിന്നകന്ന മനസ്സിൻ്റെ രൂപം മാറും, തഴമ്പിക്കും. അപ്പം അതുകൊണ്ട് ഇതൊരു മരണം തന്നെയാണ്, അതീവ ഗൗരവതരമായ കാര്യമാണ്. ഇനി അതിൻ്റെ 8-ാം വാക്യം നോക്ക്. തൊട്ട് താഴെ എന്താണ് പൗലോസ് പറയുന്നത്? ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ജഡസ്വഭാവമുള്ളവർക്ക്, ചിന്ത തന്നെയാണ് സ്വഭാവമാവുക എന്ന് ഇതിൽ കൂടുതൽ തെളിവ് വേണോ? ജഡത്തിൻ്റെ ചിന്തയാണ് ജഡത്തിൻ്റെ സ്വഭാവം. കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയുണ്ടായി, ഒരു മരം എങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്നുവോ ആ മരം അങ്ങോട്ടേക്ക് വീഴും. ഒരു വാക്യം വായിക്കാം. മത്തായി 26:16 നോക്കൂ. മത്തായി 26:16. മത്തായി 26:16. അന്നു മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവൻ തക്കം അന്വേഷിച്ചു പോന്നു. യൂദ അന്നു മുതൽ അവനെ അന്വേഷിക്കാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം വന്ന് കെദ്രോൻ തോട്ടിനക്കരെ തോട്ടത്തിലേക്ക് വന്ന് കാണിച്ചു കൊടുത്തൊന്നുമല്ല. കുറെ നാളുകളായിട്ട് അവൻ തക്കം പാർത്തിരിക്കുക, അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുകയാണ്. ഈ 30 വെള്ളിക്കാശിൻ്റെ ഈ കിലികിലാരവം അവൻ്റെ ചെവിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടേക്ക് കൊടുത്തു, ചിന്തയിലേക്ക് കൊടുത്തു. ആ ചിന്ത മോഹമായി. ആ മോഹം അവസാനം കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന നിലയിലേക്ക് അത് പുറത്തേക്ക് വന്നു. അവൻ തക്കം പാർത്തിരിക്കുക. എത്ര നാളായെന്നറിയാമോ? കൂടെ നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഒരുമിച്ച് ഭക്ഷിക്കുമ്പോഴും. അതാ കർത്താവ് പറഞ്ഞ, എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ്റെ കൈ എന്നോട് കൂടെ ഈ മേശപ്പുറത്തുണ്ടെന്ന് കർത്താവ് പറഞ്ഞില്ലേ? ഒരുമിച്ച് ഭക്ഷിച്ചു വരികയായിരുന്നു, കൂടെ നടക്കുകയായിരുന്നു. പക്ഷെ അവൻ്റെ ഉള്ളിൽ തക്കം പാർത്തിരിക്കുകയായിരുന്നു. ഒരു മരം എങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്നുവോ അങ്ങോട്ടേക്ക് വീഴും. അതുകൊണ്ട് ചിന്ത തന്നെയാണ് സ്വഭാവം. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. തൊട്ടു താഴെ നാം വായിക്കുന്നു, ജഡത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വായിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വേറൊരു വാക്യം വായിക്കുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം നോക്കിയേ. 8-9. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ചിന്തയും പ്രവൃത്തിയും കണ്ടോ?
സയാമീസ് ഇരട്ടകളെ പോലെ അവിടെയും അടുത്തടുത്ത് കണ്ടോ? ചിന്തിച്ചുകൊള്ളുവിൻ, പ്രവർത്തിച്ചുകൊള്ളുവിൻ. റോമർ 8 നമ്മൾ കണ്ടില്ലേ? ജഡത്തിൻ്റെ ചിന്ത, ജഡത്തിൻ്റെ സ്വഭാവം. ഇതൊക്കെയും ചിന്തിക്കാനുണ്ട് നമുക്ക്. എന്തോരം കാര്യങ്ങൾ ചിന്തിക്കാനുള്ളപ്പോഴാണ് നമ്മൾ ഈ അനാവശ്യമായ ചിന്തകളും കൊണ്ട് നടക്കുന്നത്. പൗലോസ് പറഞ്ഞു, സകല സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എനിക്കുണ്ട്. ചിന്തിക്കാൻ പറ്റാവുന്ന എന്തോരം കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ആവശ്യമില്ലാത്ത ചിന്തകളുടെ പിന്നാലെ പോകുമ്പോൾ ഈ ചിന്ത തന്നെ ഒരു സ്വഭാവമായിട്ട്. അപ്പം അവിടെ നമ്മൾ വായിക്കുന്നത് സത്യമായതൊക്കെയും ഘനമായ കാര്യങ്ങൾ ചിന്തിക്കുക. ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അതിൻ്റെ പേരിൽ കുറേ സമയം കളഞ്ഞ് വഴക്കുണ്ടാക്കി എന്ത് കാര്യത്തിനാണ്? വല്ല ഘനമായ കാര്യങ്ങൾ ചിന്തിക്കുക. പിന്നെ പൗലോസൊക്കെ പറഞ്ഞില്ലേ, സകലത്തിലും എനിക്ക് കർത്തവ്യം ഉണ്ടെങ്കിലും എല്ലാം പ്രയോജനമുള്ളതൊന്നുമല്ല. എല്ലാ കാര്യത്തിലും പോയി തലയിടണ്ട, പ്രയോജനമുള്ള കാര്യങ്ങൾ നോക്കാലോ. പ്രയോജനമുള്ള കാര്യങ്ങൾ നോക്കാലോ. അപ്പം അതുകൊണ്ട് സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെ നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെ എന്ന് പറഞ്ഞാൽ രമ്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? രമ്യം മനോഹരം എന്ന അർത്ഥമുണ്ട്. രമ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ആളുകളെ തമ്മിൽ യോജിപ്പിക്കുവാനും ഐക്യതയിൽ നിൽക്കുവാനും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. രമ്യമായ കാര്യങ്ങൾ ചിന്തിക്കുക, പുകഴ്ചയായ കാര്യങ്ങൾ ചിന്തിക്കുക. ചിന്ത നന്നാവട്ടെ ആദ്യം. അപ്പോൾ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 3 വാക്യം നോക്കി. യോഹന്നാൻ 12:3. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഒരു സ്ത്രീക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ട് കാണുന്നതാണ് തലമുടി. സൗന്ദര്യത്തിൻ്റെ അടയാളമായിട്ട് കാണുന്നു, അല്ലെങ്കിൽ തല എന്ന് പറയാം. ഇത് കർത്താവിൻ്റെ കാൽക്കൽ വെച്ചേക്കാണ് മറിയ. പിന്നെ സൗരഭ്യം ഇല്ലാണ്ടിരിക്കുമോ? അവിടെ സൗരഭ്യം നിറഞ്ഞു എന്നാണ് നമ്മൾ വായിക്കണേ. അത് തൈലത്തിൻ്റെ സുഗന്ധമല്ല. തൈലത്തിനൊരു സുഗന്ധമുണ്ട്, ഇല്ലെന്നല്ല. കർത്താവിൻ്റെ പാദത്തിൽ ഈ തല കൊണ്ടുവയ്ക്കുക, ഈ ചിന്ത കൊണ്ടുവയ്ക്കുക, ആ പാദത്തിൽ വയ്ക്കുക. അതാ നമ്മൾ വായിക്കുന്നത്. ഇതെന്തോരം കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങൾ ചിന്തിക്കുക. കർത്താവിൻ്റെ പാദത്തിൽ, കർത്താവിൻ്റെ തലയ്ക്ക് മീതെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചു. അവർ തലയ്ക്ക് മീതെ പോണ്ട, പാദത്തിൽ നിൽക്ക്. തല പാദത്തിൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും, എല്ലാം മനസ്സിലാവും. വചനം മനസ്സിലാവും, ആളുകളെ മനസ്സിലാവും, എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവും, ആത്മാവിൻ്റെ വിലക്ക് എവിടെയാണെന്ന് മനസ്സിലാവും, ആത്മാവ് പോസിറ്റീവ് സൈൻ കാണിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലാവും, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് മനസ്സിലാവും, പ്രതിസന്ധിയിൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവും. തല പാദത്തിലാണെങ്കിൽ എല്ലാം പറഞ്ഞു തരും, എല്ലാം ഉപദേശിച്ചു തരും. വഴി ഇതാകുന്നു എന്ന് നമ്മളോട് പറയും, എല്ലാം ഉപദേശിച്ചു തരും. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പറയും. അതുകൊണ്ട് ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. ജഡത്തിൻ്റെ ചിന്ത തന്നെയാണ് ജഡത്തിൻ്റെ സ്വഭാവം. യാക്കോബിൻ്റെ ലേഖനം 4 അധ്യായം 4 വാക്യം നോക്കൂ. യാക്കോബ് 4:4. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ജഡത്തിൻ്റെ ചിന്തയോടൊപ്പം ഈ ലോകത്തോടുള്ള സ്നേഹമുണ്ടല്ലോ. ഈ ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകുന്നതാണെന്ന് യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒഴിഞ്ഞു പോകുന്നതിനോട് ഇത്ര സ്നേഹം വേണ്ട, നിലനിൽക്കുന്നതിനോട്.
തിമത്യോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 2 തിമത്യോസ് 2-ാം അധ്യായം 9-ാം വാക്യം നോക്കിയേ. 2 തിമത്യോസ് 2:9. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം 2:19 എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുള്ളൂ. തിമത്യോസിനോട് അതും പറഞ്ഞിട്ടുണ്ട്. യൗവനമോഹങ്ങളെ വിട്ടോടാൻ പറയുമ്പോൾ നിലനിൽക്കുന്ന എന്താണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. ഇത് നിലനിൽക്കുന്നുള്ളൂ. ഈ ലോകത്തിൻ്റെ മോഹമൊക്കെ ഒഴിഞ്ഞു പോകും. ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡ്, ഈ ലോകവുമായിട്ടൊരു അമിത ചങ്ങാത്തം. ദേമാസ് എന്ന് പറഞ്ഞ വ്യക്തി ഈ ലോകത്തെ സ്നേഹിച്ചപ്പോഴാണ് പൗലോസിനെ വിട്ടുപോയത്. പൗലോസിനെ വിട്ടു പോകാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്യക്തിപരമല്ല. പൗലോസ് പറഞ്ഞു സുവിശേഷത്തെ വിട്ടുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം. സുവിശേഷത്തെ വിട്ട് സുവിശേഷത്തിൻ്റെ സത്യത്തിൽ നിന്ന്, ആത്മീക സത്യത്തിൽ നിന്ന് ദേമാസ് പോയതിൻ്റെ കാരണം ഈ ലോകത്തെ അളവിൽ കൂടുതൽ സ്നേഹിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അളവിൽ കൂടുതൽ ലോകം അവൻ്റെ ഉള്ളിലേക്ക് വന്നു എന്നുള്ളതാണ്. യൂദയുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. നമുക്ക് യൂദനെ സംബന്ധിച്ചൊരു ഒരു വാക്യം വായിക്കാം. ലൂക്കോസ് 22:3 നോക്കൂ. ലൂക്കോസ് 22:3. എന്നാൽ 12 കൂട്ടത്തിൽ ഉള്ള ഇസ്കരിയോത്ത യൂദയിൽ സാത്താൻ കടന്നു. ഇനി യോഹന്നാൻ 18:18 കൂടെ വായിക്കാം. 18:18. അന്ന് കുളിറാകൊണ്ട് ദാസന്മാരും സേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസും അന്ന് കുളിരായിരുന്നു എന്നാ. വേറൊരു ഭാഗത്ത് അന്ന് ഇരുട്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ കാലാവസ്ഥയൊക്കെ എടുത്ത് ദൈവാത്മാവ് പറയണമെങ്കിൽ അതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. അന്ന് ഇരുട്ടായിരുന്നു. യൂദ കാണിച്ചു കൊടുക്കാൻ വന്ന ആ സമയത്ത് ഇരുട്ടായിരുന്നു എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഒറ്റിക്കൊടുക്കുന്ന ഒരു ഇരുട്ട് തന്നെയാണ്. ചതി, ഇരുട്ടാണത്. കർത്താവ് അതിന് തൊട്ട് മുമ്പ് പറഞ്ഞു ഇത് ഇരുളിൻ്റെ നാഴികയാണ്, ഇരുളിൻ്റെ അധികാരമാണെന്ന് കർത്താവ് മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഇത് ഇരുട്ടിൻ്റെ നാഴികയാണെന്ന് കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തരം കുളിര്, ഒരു തണുപ്പ്, മന്നിപ്പ്. പണ്ടൊരാൾ മഴയായതുകൊണ്ടാണ് യോഗത്തിന് വരാഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഒരു ദൈവദാസൻ പറഞ്ഞു ഇത് വെള്ളമല്ലേ, തീയൊന്നും അല്ലല്ലോ അങ്ങോട്ട് വീണുകൊണ്ടിരുന്നത്. വെള്ളമല്ലേ, വെള്ളം തൊടാൻ ഇത്ര പേടിയാണ്. ഡെയിലി കുളിക്കുന്നവർക്ക് ഇത്ര പേടി ഉണ്ടാവും. ഒരു കുളിര്. അപ്പോ അന്ന് ഇരുട്ടായിരുന്നു. മത്തായി സുവിശേഷം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചു അവരോട് നിങ്ങൾ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവരൊന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യം അവർ, നമ്മളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചെയ്താലല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഉള്ളിൽ എന്തെങ്കിലും ചിന്തിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ കർത്താവ് അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് എന്നാണ് ചോദ്യം. നിങ്ങൾ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പിന്നെ അവരിൽ ആർ വലിയവൻ എന്നൊരു തർക്കം നടന്നു. അവരുടെ ഇടയിലുണ്ടായിരുന്നു. യേശു അവരുടെ ഹൃദയവിചാരം കണ്ടു. ലൂക്കോസ് 9 അങ്ങനെ എഴുതിയേക്കണേ. അവർ പുറത്ത് തർക്കിച്ചില്ല. ഞാനാ വലിയവനെന്ന് ഉള്ളിൽ വിചാരിച്ചു. അവരുടെ ഹൃദയവിചാരത്തിൽ അത് കണ്ടുന്ന്. വിചാരത്തെ കാണുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. ഉള്ളിലെ ചിന്തകളെ, വിചാരങ്ങളെ, ഭാവങ്ങളെ, അതിൻ്റെ എല്ലാ തലങ്ങളെയും കാണുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പം അതുകൊണ്ട് ചിന്തകളെ നാം സൂക്ഷിക്കണം. ദൈവത്തോട് ശത്രുത്വമായ മറ്റൊരു കാര്യം, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ഫിലിപ്പിയർ 3:18-19 വാക്യങ്ങൾ.
ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ആ ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. ഇനി അവർ ചിന്തിക്കുന്ന എന്താന്ന് നോക്കുക. ക്രൂശിന്റെ ശത്രുക്കൾ ചിന്തിക്കുന്ന എന്താന്ന് തൊട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് മാത്രം പറഞ്ഞാൽ അവർ അവരുടെ അവസാനം ആ നാശം, അവരുടെ ദൈവം വയറ്. ആ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. That they were enemies of the Christ, cross of the Christ. ക്രൂശിൻ്റെ ശത്രുക്കൾ. അവർ ഭൂമിയിലുള്ളതാ ചിന്തിക്കുന്നത്. പണ്ട് താലന്ത് എടുത്തിട്ട് ഭൂമിയിൽ കുഴിച്ചിട്ട ആൾ നിലത്തൊരു കുഴി കുഴിച്ചു എന്ന്, നിലത്ത് കുഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഈ ഭൂമിയിൽ ആവശ്യമില്ലാത്ത കുഴി കുഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിലത്ത് ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുക മണ്ണിന് വേണ്ടി, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി. നിലത്തെ കുഴി, ആ കുഴിയിൽ തന്നെ അവസാനം പോകും. അവർ ഭൂമിയിലുള്ളതാണ് കൂടുതൽ ചിന്തിക്കുന്നത്. കൊലോസ്യ ലേഖനത്തില്, ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. നമ്മുടെ ചിന്ത എവിടെ ഇരിക്കേണ്ടത്? ഉയരത്തിലാണ്. ഈ ചിന്തയുടെ ഒരു പ്രത്യേകത കൂടെ പറഞ്ഞ് നമ്മുടെ സമയം മുമ്പോട്ട് പോവുകയാണ്. റോമലേഖനം തന്നെ 13-ാം അധ്യായം 14-ാം വാക്യം നോക്കൂ. റോമർ 13:14. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഇതെന്താ ജഡത്തിന്റെ ചിന്ത പാടില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ വിഷയത്തിൽ തന്നെ നിൽക്കുന്നത്. ജഡത്തിൽ ചിന്തിക്കുമ്പോൾ അവിടെ ആര് ജനിക്കും? നോക്കൂ, വാക്യം നോക്കൂ. നിങ്ങൾ ജഡത്തിനായി ചിന്തിക്കരുത്, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പൊ ആരാ ജനിക്കുക അവിടെ? ഈ ചിന്തയാണ് മോഹങ്ങളെ പ്രസവിക്കുക. അമ്മയാണ് മോഹങ്ങളുടെ, പാപങ്ങളുടെ അമ്മയാണ് ചിന്ത, ദുശ്ചിന്ത. ഒരു കുട്ടിയൊന്നല്ല കേട്ടോ, നാനാ മോഹങ്ങളെ, ഒരുപാട് കുട്ടികളെ പ്രസവിക്കുക. അപ്പൊ മോഹത്തിന്റെ ഒരു പ്രസവം നടക്കും. ഇതിനെയാണ് നമ്മൾ വളർത്തുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, താലോലിച്ച് വളർത്തുകയാണ്. റോമാലേഖനം തന്നെ 7-ാം അധ്യായം 8-ാം വാക്യം നോക്കൂ. 7:8. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. പാപമോ അവസരം ലഭിച്ചിട്ട്, പിശാചിന്റെ നേരത്തെ പറഞ്ഞല്ലോ, തക്കം പാർത്തിരിക്കുകയാണ്. അവസരം ലഭിക്കുന്ന നോക്കിയിരിക്കുകയാണ്. അതിനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കി തരും. അവസരം ലഭിക്കുക. പിശാച് കുറേ ഉത്സാഹിയാണ്. അവസരത്തിന് വേണ്ടി പാപം നോക്കിയിരിക്കുകയാണ്. എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. അവസരം ലഭിക്കുമ്പോൾ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അണലിക്കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. അണലി. ഇവിടെ ഈ പാമ്പുകളിൽ അണലിക്കുള്ള പ്രത്യേകതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണെന്നറിയാമോ? മൂർഖനൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തലയൊക്കെ പൊക്കി ഒന്ന് കാണിക്കും, ഒഴിഞ്ഞു പോകാൻ കുറേയൊക്കെ പറ്റും. അണലിയാണെങ്കിൽ ഒരു സൂചനയും തരില്ല. അവസരം ലഭിക്കുന്നവരെ കാത്തിരിക്കും. അവസരം ലഭിച്ച 360 ഡിഗ്രി തിരിഞ്ഞു കൊത്തുന്നാണ് പാമ്പിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു. അങ്ങോട്ട് തലവെച്ച് കിടക്കുന്ന ആൾ ഇപ്പുറത്തുള്ള ആളെ കൊത്തും, ആഞ്ഞു കൊത്തും. പതുങ്ങിക്കിടക്കുന്ന പാപമാണ് ഈ മോഹം. അതാ നമ്മളിവിടെ വായിക്കുന്നത്. അവസരം ലഭിച്ചാൽ കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. പിന്നെ നമ്മൾ വായിക്കുന്നത് 7-ാം അധ്യായം 11-ാം വാക്യം കൂടെ വായിക്കാം. റോമർ 7:11. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. എന്ത് ചെയ്യുന്നാണ്? പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു.
ഇല്ലാതാക്കി കളയും. കഷ്ടപ്പെട്ട് നേടിയെടുത്തതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളയും. കൊല്ലുക, ഇല്ലാതാക്കുക എന്നുള്ളത് പിശാചിൻ്റെ ലക്ഷ്യമാണ്. ആത്മീക ജീവിതത്തെ തകർക്കുക എന്നുള്ളത്. ഈ അവസരം നോക്കിയിരിക്കുന്ന ഒരു വിരോധി, തിമോഥെയോസിനോട് പൗലോസ് പറയുന്നത് എന്താ? വിരോധി ഉണ്ട്, നീ അതറിയണം. നീ ചെറുപ്പമാണ്, നീ അതറിയണം. നീ യൗവനക്കാരനാണ്, അതിൻ്റെ മോഹം നിനക്കുണ്ട്. തിമോഥെയോസ് എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നല്ല, അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം. എസ്തേറിന്റെ പുസ്തകം 9-ാം അധ്യായം 24-ാം വാക്യം വായിക്കാം. എസ്തേർ 9:24. അഗാഗ്യനായ ഹമ്മേദായുടെ മകനായി എല്ലാ യഹൂദന്മാരുടെയും ശത്രുവായ ഹാമാൻ യഹൂദന്മാരെ നശിപ്പിക്കേണ്ടതിന് അവരുടെ നേരെ ഉപായം ചിന്തിക്കുകയും അവരെ നശിപ്പിച്ച് മുടിക്കേണ്ടതിന് പൂരെന്ന ചീട്ട് ഇടുവിക്കുകയും കാര്യം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ അവൻ യഹൂദന്മാർക്ക് വിരോധമായി ചിന്തിച്ചിരുന്ന ഉപായം അവൻ്റെ തലയിലേക്ക് തന്നെ തിരിയുവാനും അവനെയും അവൻ്റെ പുത്രന്മാരെയും കഴുമരത്തിന്മേൽ തൂക്കിക്കളവാനും രാജാവ് രേഖാമൂലം കൽപ്പിക്കുകയും ചെയ്തതുകൊണ്ട് അവർ ആ നാളുകൾക്ക് പൂര് എന്ന പദത്തിൽ പൂരീം എന്ന് പേർ വിളിച്ചു. ഹാമാൻ ഉപായം ചിന്തിച്ചു. അവൻ എന്തു ചിന്തിച്ചോ അത് അവൻ്റെ തലയിലേക്ക് തന്നെ ദൈവം, അല്ലേ? അങ്ങനെയല്ലേ? ഒരാൾക്കെതിരെ ദോഷം ചെയ്യാൻ വെമ്പുമ്പോൾ സൂക്ഷിച്ചോളണം. ഒരാളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ നന്നായിട്ട് ബോധം വേണം. ചുരുങ്ങിയത് ഹാമാനെങ്കിലും ഒന്ന് ഓർക്കണം. പന്ത് കല്ല് തിരിഞ്ഞുരുളുമെന്ന് സദൃശവാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. കല്ല് തിരിഞ്ഞിങ്ങോട്ട് വരും, ഇത് തിരിഞ്ഞു വരും. മൊർദെഖായിനെ കഴിവേറ്റാൻ കഴുമരമുണ്ടാക്കിയ ആ മരത്തിൽ തന്നെ അവനെ കൊന്നുകളഞ്ഞു എന്നാണ്. അപ്പോ ദുശ്ചിന്തയ്ക്ക് അനന്തരഫലമുണ്ട്. ദൈവം അത് കാണുന്നുണ്ടെന്നാണ്. ദൈവദാസനായ മൊർദെഖായിക്കും ദൈവജനമായ ഇസ്രായേലിന് നേരെയും ദോഷം വിചാരിക്കുമ്പോൾ, ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ, അതും കാരണമില്ലാതെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ, ശൗല് ഒരു കാരണവും ഇല്ലാതെ ശൗലിനെ രക്ഷിച്ച, ശൗലിനെ വെല്ലുവിളിച്ച, ഗോല്യാത്തിനെ കൊന്ന് ശൗലിനെ രക്ഷിച്ച ദാവീദിൻ്റെ നേരെ 3000 പടയാളികളെ കൊല്ലാൻ വേണ്ടി വിടുമ്പോൾ ശൗല് സൂക്ഷിക്കണമായിരുന്നു. ശൗല് എങ്ങനെയാണ് മരിച്ചത് നമുക്കറിയാം. ശൗല് മരിക്കുമ്പോൾ ശൗലിൻ്റെ അടുത്ത് ആയുധവാഹകനും കിടപ്പുണ്ട്, ആയുധവർഗവും കിടക്കുന്നുണ്ട്. 1 ശമൂവേൽ 31 വായിച്ചറിയാം. ശവം കിടക്കുക ശൗലിൻ്റെ. ഈ ആയുധവാഹകനും മരിച്ചു കിടക്കുക. ആയുധവാഹകൻ എന്തിനാ? ശൗലിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളാണ്. ആയുധവർഗമുണ്ട്, ഒരുപാട് ആയുധങ്ങൾ വേറെ കൂടെ ഉണ്ട്, അതും അവിടെ കിടക്കുന്നുണ്ട്. ശൗലും ചത്ത് കിടക്കുക. ദൈവം നമ്മെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ വേറെ ഏത് ആയുധവർഗമാണ് നമ്മെ സംരക്ഷിക്കാനുള്ളത്? ഏത് ആയുധവാഹകനാണ് നമ്മളെ സംരക്ഷിക്കുക? പഴയ നിയമത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ എവിടെ നിന്ന് രക്ഷിക്കാനാണ്? മുന്തിരിച്ചക്കിൽ നിന്നാണോ ഞാൻ നിന്നെ രക്ഷിക്കുന്നത്? ആയുധവർഗവും ആയുധവാഹകനും അവിടെ കിടക്കുന്ന കാഴ്ചയുണ്ട്. ആ പരാജയപ്പെട്ട് കിടക്കുന്ന ആ കാഴ്ച ദോഷം വിചാരിച്ചത് കൊണ്ടുണ്ടായ അനന്തര ഫലമാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും ഉപദ്രവിക്കാനോ ദോഷം ചെയ്യാനോ ദോഷം പറയാനോ ഒന്നിനും പോകേണ്ട ആവശ്യമില്ല. ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നൊരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം. ദാവീദിൻ്റെ ജീവിതത്തിൽ പറ്റിയ തെറ്റ്, ദാവീദ്
2 ശമൂവേൽ 10-ാം അധ്യായം 18-ാം വാക്യം നോക്കിയേ. 10-ാം അധ്യായം 18-ാം വാക്യം. ആരാമ്യർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ദാവീദ് ആരാമ്യരിൽ 700 തേരാളികളെയും 40,000 കുതിരപ്പടയാളികളെയും കൊന്നു. അവരുടെ സേനാപതിയായ ശോബാക്കിനെയും വെട്ടിക്കൊന്നു. ദാവീദ് കൊന്ന കാര്യമാണ് കേട്ടോ ഈ പറയണേ. പക്ഷേ തോറ്റത് എത്ര പേരെ വെട്ടിക്കൊന്നു? കുതിരപ്പടയാളികൾ. ദാവീദ് കൊന്നു എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ നേതൃത്വത്തിൽ ദാവീദും കൊല്ലുന്നു, പടയാളികളെ കൊണ്ട് കൊല്ലിക്കുന്നു. എന്തൊരു ശക്തനാന്ന് നോക്കിയേ. തോറ്റത് പുറത്തുനിന്നല്ല, ഉള്ളിലാണ് അറ്റാക്ക് കിടന്നത്. ശിംശോൻ സിംഹത്തെ കൊന്ന ആളാണ്. തോറ്റത് പുറത്തുനിന്നല്ല, ഉള്ളിൽ നിന്നാണ്. പുറത്തുള്ള ശത്രുക്കളെ ഒന്നും നമ്മളധികം പേടിക്കൊന്നും വേണം. നാം വിശ്വസ്തരായിട്ട് നിന്നാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന ശത്രു ഉണ്ടല്ലോ, അതാണ് അപകടകാരി. ദാവീദിന് എന്താ സംഭവിച്ചത്? 2 ശമൂവേൽ 11-ാം അധ്യായം എടുക്കുക. 2 ശമൂവേൽ 11 അതിന്റെ 12-13 വാക്യങ്ങൾ. അപ്പോൾ ദാവീദ് ഊരിയാവിനോട്, നീ ഇന്നും ഇവിടെ താമസിക്ക, നാളെ ഞാൻ നിന്നെ പറഞ്ഞയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഊരിയാവ് അന്നും യെരൂശലേമിൽ താമസിച്ചു. പിറ്റന്നാൾ ദാവീദ് അവനെ വിളിച്ചു. അവൻ അവന്റെ മുമ്പാകെ ഭക്ഷിച്ച് പാനം ചെയ്തു. അപ്പൊ നോക്കൂ, 2 ദിവസം നീ ഇന്നിവിടെ താമസിക്കാന്ന് പറഞ്ഞു. രാത്രി ഊരിയാവിനെ താമസിപ്പിച്ചു. ഇതിനു മുമ്പ് വേണ്ടാത്തടത്തേക്ക് കണ്ണ് പോയിട്ടുണ്ട്, ചിന്ത ഉള്ളിലുണ്ടായിട്ടുണ്ട്. ചിന്തയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവും അത് തന്നെയാണ്. ഓർക്കണം നമ്മൾ. പിന്നെ അതിനുള്ള പദ്ധതിയായി, ഇതിന് വെള്ളവും വളവും കൊടുത്തു. ഇനി ഇത് നടപ്പാക്കാനുള്ള കാര്യമാണ് ആലോചിക്കുന്നത്. അത് ഇച്ഛാശക്തിയിലേക്ക് കൊടുത്തു. രാജാവല്ലേ, നല്ല ശക്തി ഉണ്ടല്ലോ, വിൽ പവറിന് കൊടുത്തു. കണ്ണുകളാണ് ഇത് എടുക്കുന്നത്. കണ്ണുകൾ ഇതെടുത്തിട്ട് ചിന്തയ്ക്ക് കൊടുക്കുകയാണ്. ചിന്തയ്ക്ക് വെള്ളവും വളവും കിട്ടുമ്പോൾ അതവിടെ വളരുകയാണ്. ഊരിയാവിനോട് പറഞ്ഞു, ഇന്നിവിടെ നിൽക്ക്. ആ പാവം നിന്നു. പിറ്റത്തെ ദിവസം പറഞ്ഞു, ഇന്നും കൂടെ നിൽക്ക്. നിന്നു. നേരം വെളുക്കുമ്പോൾ ഒരു കത്തെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ പുള്ളിക്ക്, ഇവനെ പടയുടെ മുന്നിൽ നിർത്തണം. യുദ്ധത്തിന് പോകാതെ ദാവീദ് അന്ന് അവിടെയുണ്ട്. മോഹത്തിന്റെ കിളിവാതിലുകൾ തുറന്നിട്ടു. അതാണ് പറയുന്നത്, ചിന്തയിലാണിത് സംഭവിക്കുന്നത്. മീക പ്രവചനം 2-ാം അധ്യായം 1-ാം വാക്യം നോക്കൂ. മീക 2:1. മീക 2:1 നോക്കൂ. കിടക്കമേൽ നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. അവർക്ക് പ്രാപ്തിയുള്ളത് കൊണ്ട് പുലരുമ്പോൾ തന്നെ അവർ അത് നടത്തുന്നു. വായിച്ചല്ലോ, ശ്രദ്ധിച്ചല്ലോ, വാക്യം ശ്രദ്ധിച്ചല്ലോ. കിടക്കമേൽ നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. ഞാൻ അതാ പറഞ്ഞ, രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ കട്ടിലുമ്മ കിടന്നിട്ട് അനാവശ്യ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പാടില്ല. അനാവശ്യ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല. അവർക്ക് പ്രാപ്തിയുള്ളത് കൊണ്ട് പുലരുമ്പോൾ അത് നടത്തുന്നു. ഈ ചിന്തിച്ച കാര്യം രാത്രി ചിന്തിച്ചതാ. രാത്രി ചിന്തിച്ചിട്ട് ഇത് വിൽ പവറിന് കൊടുത്തു, പ്രാപ്തിക്ക് കൊടുത്തു, ശക്തിക്ക് കൊടുത്തു, ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ നാഥാം പ്രവാചകൻ വന്നൊരു കാര്യം പറഞ്ഞു. എന്തുണ്ടായെന്നൊക്കെ നമുക്കറിയാം. ശക്തി ഉണ്ടെന്ന് വെച്ചിട്ട് ശക്തിയില്ലാത്തവരെ, പണമുണ്ടെന്ന് വെച്ചിട്ട് പണമില്ലാത്തവരെ, ആരോഗ്യമുണ്ടെന്ന് വെച്ച് രോഗികളെ,
പരിഹസിക്കാനും നിന്ദിക്കാനും ഒക്കെ പോയാൽ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് സങ്കീർത്തനം 4 കൂടെ എടുക്കാം. സങ്കീർത്തനം 4 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നോക്കൂ. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമ്പേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ, നിങ്ങളുടെ കിടക്കമേൽ. അത് നേരത്തെ പറഞ്ഞ് മീകയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചില്ലേ, കിടക്കമേൽ നീതികേട് നിരൂപിച്ചു. ഇവിടെ പറയുന്നത് നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായി കുറച്ചു നേരം ഇരുന്നോളൂ. കിടക്കാൻ വരട്ടെ, കിടക്കാൻ പോവല്ലേ. ഈ കിടക്കാനുള്ള ആരോഗ്യം തന്ന് ഈ പകല് മുഴുവൻ കാത്തില്ലേ. മൗനമായിരിപ്പിൻ, നീതിയാഗങ്ങളെ അർപ്പിക്കിൻ. അപ്പോൾ ആരാധനയ്ക്ക് മാത്രമല്ല യാഗം, അവിടെ അർപ്പിക്കാം. അധരഫലം, സ്തോത്രയാഗം എല്ലായ്പ്പോഴും അർപ്പിക്കാം. ഒരു ധ്യാനിച്ച കിടക്ക. ഇനി അതിൻ്റെ 8-ാം വാക്യം കൂടെ വായിക്കാം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ധ്യാനിച്ച കിടക്കയിൽ എന്തൊരു സമാധാനം നോക്കി. ഈ സമാധാനം ഉണ്ടെങ്കിൽ പിന്നെ എന്തില്ലെങ്കിൽ എന്താ. ജോസ് കെ മാണിയുടെ ഭാര്യ ഇന്ന് ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അമ്പയെ പരാജയപ്പെട്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഞാൻ എന്നും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട്. രാഷ്ട്രീയം പറയല്ല, കുടുംബത്തിൽ പ്രശ്നം ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഭാര്യയും ഭർത്താവും ഒറ്റക്കെട്ടാണെങ്കിൽ പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും പരസ്പരം മനസ്സിലാക്കുന്നവരാണെങ്കിൽ സമാധാനത്തോടെ ഉറങ്ങാം. ബാക്കിയുള്ളതൊക്കെ പിന്നാലെ വരും. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും യഹോ പിന്നാലെ വരും. അപ്പൊ ധ്യാനിച്ച കിടക്കയിലാണ് എന്തുള്ളത്? സമാധാനമുള്ളത്. ദാവീദിന്റെ സമാധാനം ആ കിടക്കമേൽ അകൃത്യം ചിന്തിച്ച് രാത്രി പിന്നെ തൊട്ട് സമാധാനം അങ്ങോട്ട് പോയി. പിന്നെ എന്തൊക്കെയാണ് നടന്നത് ദാവീദിന് അറിയില്ല. പിന്നെ 51-ാം സങ്കീർത്തനം എഴുതുമ്പോഴാണ് ദാവീദ് പറയുന്നത്, ഈസോപ്പ് കൊണ്ടൊക്കെ എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശുദ്ധീകരണം നടത്തണം എന്നാണ്. തെറ്റ് ശരിക്കും മനസ്സിലായി. ഈ തെറ്റ് മനസ്സിലായതുകൊണ്ട് ചിലർ വിചാരിക്കണേ ഈ ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ചെറുപ്പക്കാരൊക്കെ പലരും വിചാരിച്ചു വെച്ചേക്കണേ എന്താണെന്നറിയാമോ, ഇത്തരം പാപം ചെയ്ത ഒരാളെങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാവുന്നതെന്നാണ്. ഇല്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. ഇത്രയും വലിയ പാപം ചെയ്ത ആള് പിന്നെ ജനത്തെ എണ്ണുവാൻ പിശാച് അവൻ്റെ ഉള്ളിൽ തോന്നിച്ചു എന്ന് വായിക്കുന്നുണ്ട്. എന്നിട്ട് ദൈവത്തിൻ്റെ ഹൃദയാത്ര. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ആ കാര്യമല്ല. മാനസാന്തരപ്പെടാനും തെറ്റ് ഏറ്റുപറയാനുള്ള മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള മനസ്സ്. ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനുള്ള മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനസ്സ്. ആ മനസ്സാണ് ദാവീദിൽ ദൈവം കണ്ടത്. ഏറ്റുപറയുന്ന മനസ്സ്. അതാണ് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള മനസ്സ്. പൗലോസ് പറഞ്ഞല്ലോ, മാനസാന്തരപ്പെടാത്ത പലരെയും സഭയിൽ കാണുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് ഒരു പുതിയ ജീവിതത്തിന് ആഗ്രഹിക്കുന്ന ആളുകളെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ധ്യാനിച്ച കിടക്കയിൽ സമാധാനമായിട്ട് ഉറങ്ങാം. വേറെ ഒന്നുമില്ലെങ്കിലും, പേഴ്സ് കാലിയാണെങ്കിലും പ്രശ്നമില്ല, വേറെ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ധ്യാനിച്ച കിടക്കയിൽ സമാധാനമായിട്ട് ഉറങ്ങാം.
അപ്പം അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ നമുക്ക് സൂക്ഷിക്കാം. യാക്കോബ് കരിങ്കല്ല് തല വെച്ച് കിടന്നുറങ്ങിയ ആളാണ്. കരിങ്കല്ലുമ്മ തല വെച്ചിട്ട് ഉറങ്ങാൻ പറ്റുമോ? നല്ല പഞ്ഞിയോ സ്പോഞ്ചൊക്കെ ഉണ്ടായിട്ട് തന്നെ ഉറങ്ങാൻ പറ്റണില്ലേ, പിന്നെ കരിങ്കല്ല്. ദൈവത്തിൻ്റെ ദർശനത്തോടടുത്താണ് നാം നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റും. നാം ബേഥേലിനടുത്താണെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്മുടെ ശത്രുക്കളെക്കാൾ നമുക്ക് ദോഷം ചെയ്യുന്നത് നമ്മുടെ ചിന്തകൾ തന്നെയാണ്. നമ്മുടെ ചിന്തകൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ നമുക്ക് സൂക്ഷിക്കാം. യൗവനമോഹങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളെ നാം സൂക്ഷിക്കണം. ഇന്നു മുതൽ നമ്മുടെ ചിന്താമണ്ഡലം വചനപ്രകാരം ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ രമ്യമായ, സൽകീർത്തിയുള്ള, പുകഴ്ചയായ, സത്യമായ, ഘനമായ കാര്യങ്ങളെ കൊണ്ട് നിറയ്ക്കാം. ദൂരം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഈ വചനം തന്നെ, ഞാനിടയ്ക്ക് രാത്രി ആദ്യമൊക്കെ എൻ്റെ ഭാര്യ ചോദിക്കുമായിരുന്നു, എന്താ ഈ നേരത്തെ എഴുന്നേറ്റ് ലൈറ്റ് ഇടണേ, പേന എടുക്കണേന്ന്. ഇപ്പം ചോദിക്കില്ല, അവൾക്കറിയാം. കാരണം ഈ രാത്രി 2 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് എവിടുന്നാന്ന് എനിക്കറിയില്ല, ഒരു കാര്യം ഞാൻ എഴുതി വയ്ക്കാറുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ചിന്തയിലുണ്ടെങ്കിൽ നമുക്ക് ദൈവം എല്ലാം കാണിച്ചു തരും. അപ്പൊ നമ്മുടെ ചിന്തകൾ എന്തു വരിക? സൽകീർത്തിയായത്, രമ്യമായത്, അതുകൊണ്ട് നിറയുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ എങ്ങനെയാ വാക്യം? ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല. ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ആത്മാവിനെ അനുസരിച്ച്. ആത്മാവ് പറയുന്നത് കേട്ട് പോയാൽ ഇതൊന്നും നമ്മുടെ മനസ്സിൽ വരില്ല. അപ്പം അതുകൊണ്ട് മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കാതെ അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ ജീവിതം. നാനാ മോഹങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. മോഹവാരിധി, മോഹപ്രപഞ്ചം നമ്മുടെ ചുറ്റുമുണ്ട്. എങ്കിൽ തന്നെയും അതൊക്കെ വിട്ടോടി നീതി, സൗമ്യത, ക്ഷമ എന്നിവയെ പിന്തുടരുവാൻ, ദൈവവചനത്തിനൊപ്പം നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.